ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മക്കളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ഇപ്പോൾ പറയുക, ഇത് പുതിയ വീട്ടിലുള്ള വീഡിയോ കേട്ടോ. പുതിയ വീട് തന്നെ സ്വന്തമായിട്ടല്ല കേട്ടോ, വാടക വീടാന്ന് എൻ്റെ വീഡിയോ കാണുന്ന നിറയെ പേർക്ക് അറിയാം, അറിയാത്തവർക്ക് പറയണമെന്നുള്ളൂ. ഇതിപ്പോൾ പുതിയ വാടക വീട്ടിൽ എൻ്റെ റേംബോ കുട്ടന് ഈ ചെടിയൊക്കെ വെച്ച് സ്റ്റാൻഡിൻ്റെ കീഴെ തന്നെ ഇട്ട് കിടക്കുക. പിന്നെ ഇതെൻ്റെ വട്ടോളി റോമിക്കുട്ടി, അവൻ പിന്നെ പഴയ പോലെ തന്നെ ചുമ്മാ എവിടെ കിടക്കാന്ന് പറഞ്ഞുകൂടെ അങ്ങോട്ട് കറങ്ങി ഇങ്ങോട്ട് കറങ്ങി നടക്കും. പിന്നെ എൻ്റെ റോക്കിക്കുട്ടന്, അവൻ പിന്നെ നമ്മളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നമ്മളവിടെ ഇരിക്കണം, വീട്ടിൻ്റെ അകത്ത് തന്നെ അവൻ കിടക്കുള്ളൂ, അല്ലെങ്കിൽ അവനക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ എൻ്റെ മോൻ നിൽക്കുന്ന അടുത്ത് കണ്ടില്ല, അവിടെ ഒരു ബക്കറ്റ്, ആ ബക്കറ്റിൽ പാമ്പ് ഉണ്ടായിരുന്നിട്ടാ. അതോടെ നമ്മൾ വന്ന് ഒരാഴ്ച ആയപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ, അതും അണലിൻ്റെ കുട്ടി, ഞാനവിടെ രാവിലെ എഴുന്നേറ്റ് മുറ്റടിച്ച് വരാൻ നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നത്. അന്ന് എൻ്റെ മനസ്സ് വരെ പറഞ്ഞും ചെയ്യുന്നത് എന്തും പാമ്പ് ഉണ്ടാകുമോ ഇല്ലയെന്ന്. പാമ്പ് വരുന്നത് വിഷയമല്ല, പക്ഷെ എൻ്റെ മക്കളുള്ളതുകൊണ്ടേ, മക്കളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടല്ല. ഇവരെ നോക്കാൻ വേണ്ടി ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നു, എന്നാലും ഒരു പേടിയല്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് ഇവിടുന്ന് 9 മണിക്ക് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി വീട്ടിലെത്താനും 9 മണിയാണ്. അതിൻ്റെ ഉള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സമാധാനത്തോടെ ജീവിക്കുക. പഴയ വീട്ടിലും പാമ്പുണ്ടായിരുന്നു, ഇപ്പൊ നിന്ന വീട്ടിലും പാമ്പുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതില് പാമ്പ് വരുന്നത് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മളെ മക്കളുണ്ടല്ലോ, അവർക്ക് നമ്മൾ ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വലിയൊരു ക്യാമറ ഉണ്ട്, അതിന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ, ഇവിടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. പ്രത്യേകം നമ്മളുടെ അവിടുത്തെ ഫ്രണ്ട് ഗ്രില്ലിലൊക്കെ ഒരു മൂത്രം ഒഴിച്ചിട്ട് കുരു പിടിച്ച് കേടരുത് സെറ്റ് ചെയ്ത് വെച്ചാട്ടാ. നമ്മൾ നിൽക്കുന്ന വീടിന്റെ ചുറ്റുഭാഗത്തുള്ള വീടുകളുടെ ഗ്രില്ലിൻ്റെ അടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ അടിച്ച് ചാടാൻ നിൽക്കലെല്ലാം അവൻ്റെ സ്വഭാവമായിരുന്നു. ഇപ്പം അതിനൊന്നും പറ്റില്ല, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എനീ ടൈം ഉറക്കം. എൻ്റെ റാംബോ കുട്ടി ഇപ്പം നിമ്മതിയായി. നിമ്മതി എന്ന് പറഞ്ഞാൽ സമാധാനം. ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തമിഴിൻ്റെ ലാംഗ്വേജ് ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ എന്ത് പറയുക വെച്ചാൽ, എൻ്റെ മുടിയൻ കുട്ടിക്ക് ആകെ കുറച്ച് ടയേർഡ് തന്നെയാണ് ആൾ. നമുക്കിപ്പോൾ ഫുള്ള് ടോണിക്ക് പിന്നെ മരുന്നെല്ലാം ഉണ്ട് ഡെയിലി കുടിക്കാനുള്ളത്. ഫുഡ് ശരിക്കും അങ്ങനെ കഴിക്കില്ല കേട്ടോ. പിന്നെ റോമിക്കുട്ടി പിന്നെ പറയേ വേണ്ട, ഫുഡ് നമ്മൾ കൊടുത്താൽ മാത്രം അവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ. അത് ചിക്കൻ വേണം. പിന്നെ പെഡിഗ്രീൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടമാണ്. മുട്ട കഴിക്കില്ല, പാൽ കുടിക്കും. പാൽ കൊടുക്കാൻ പാടില്ല, എങ്കിലും ചില സമയത്ത് ഫുഡ് കഴിക്കാത്തപ്പോൾ ഞാൻ പാൽ വെച്ച് കൊടുക്കും. തൈര് വെച്ച് കഴിക്കില്ല, അതൊന്നും അവനക്ക് ഇഷ്ടമല്ല. ചിലപ്പോൾ പരിപ്പ് കറി കൂട്ടി കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇവൻ്റെ ഇത്. അതുകൊണ്ട് തന്നെ ഇവൻ വെയിറ്റ് കുറവാണ്. കഴിഞ്ഞ ആഴ്ച റാബിസിൻ്റെ ഇഞ്ചക്ഷൻ അടിക്കാൻ പോയി വെറും 15 കിലോ ആണ് വെയിറ്റ് ഉള്ളത് അവന്. കാരണം അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കില്ല. പിന്നെ അവനക്ക് സത്ത് കയറാനുള്ള ടോണിക്കെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്ത് പറയുകയെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന എൻ്റെ മോനാട്ടവന് റോമിയോ എന്നുള്ള പേരിട്ടത് തന്നെ എൻ്റെ ഭർത്താവാട്ടാ. മൂപ്പർക്കാണ് എന്ത് ഇഷ്ടം. ഇതാണ് എൻ്റെ റോമിക്കുട്ടൻ്റെ സ്പെഷ്യൽ ഇടം. ഇതിൻ്റെ മുന്നേ നിന്ന വാടക വീട്ടിൽ ഇതേപോലെ മണ്ണ് കുഴിച്ച് കിടക്കാനുള്ള ഒരു സ്ഥലം ഇല്ലായിരുന്നു. അവിടെ ഞങ്ങൾ ഇതേപോലെ ലോക്ക് ചെയ്ത് വെച്ചു, ഇതേപോലെ പച്ച കളർ ബാക്ക് സൈഡിൽ വല കാണണം, അതേപോലെ വല വെച്ചിട്ട്. ഇവിടെ ഇപ്പോൾ ലോക്ക് ചെയ്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ മറ്റേ കുഴൽക്കിണറുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ പൈപ്പ് പോകും. ഇവരെ തോണ്ടലിനും കുഴിക്കലിനും ചിലപ്പോൾ അതൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ വാടക വീട്ടിൽ നമ്മൾ സമാധാനം പറയാൻ പറ്റില്ല. ഇതാ കണ്ടോടെ വെള്ളം നമ്മൾ ഇത്രയും 3 ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ സമ്മതിച്ച ഒരേ ഒരു വീടാണ് ഇവിടെ. കാരണം നമുക്ക് ഡോഗ് ഉണ്ടെന്ന് പറയുമ്പോഴേ തന്നെ, പെറ്റ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആർക്കും അത്രയ്ക്ക് ഇഷ്ടം വരുന്നില്ല. എന്താണ് എൻ്റെ മക്കളുകൾ കാരണം എന്തത്ര ബുദ്ധിമുട്ടെന്ന് അറിയുകയും ചെയ്യണം. പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ശരി, ഇവരായിട്ട് എന്തും കംപ്ലയിൻറ്റ് ചെയ്താൽ അതെല്ലാം നമ്മൾ പൈസ കൊടുത്ത് കണക്ക് തീർക്കാതെ പറഞ്ഞിട്ടാട്ടോ ഇവിടുത്തെ വാടകത്തെ ആളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ മൂപ്പർക്ക് അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇവരെ കാര്യമായിട്ട് ഇവർ എന്ത് വികൃതി ചെയ്താലും അതിൻ്റെ പൈസ നമ്മൾ കൊടുത്തിരിക്കും. പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോ കാണും, സപ്പോർട്ട് ചെയ്യും.